ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ തർക്കം. വനിതാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലാണ് തർക്കമുയർന്നത്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഈ തർക്കത്തിന് കാരണം എന്താണ്? പ്രവിത, അമ്മയുടെ ഭരണഘടന പ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 4 വനിതകൾ വേണം. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റ് വായിച്ചപ്പോൾ അതിൽ 3 വനിതകളാണ് ഉണ്ടായിരുന്നത്. അതിൽ അനന്യയെ മാത്രമാണ് നിലവിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനന്യയ്ക്ക് പുറമെ അൻഷിതയും സരയുവും ഇതിൽ മത്സരിച്ച് വോട്ട് നേടിയിരുന്നു. പക്ഷെ അവരുടെ വോട്ട് തീരെ കുറവാണ്. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താനാവില്ല എന്നുള്ളതായിരുന്നു ഈ ഭരണാധികാരിയുടെ നിലപാട്. ആ നിലപാട് പരസ്യപ്പെടുത്തിയതോടെയാണ് അഭിനേതാക്കൾ ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അൻസിബയെയും സരിയയും കൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള നിലപാടാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ജനറൽ ബോഡിയാണ്. അതുകൊണ്ട് തീരുമാനം ജനറൽ ബോഡിക്ക് വിട്ടിരിക്കുകയാണ്. നിലവിൽ ഭരണാധികാരി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 3 പേരെ കൂടി തിരഞ്ഞെടുക്കാതെ അവരുടെ പേര് മുന്നോട്ട് വെച്ച് നിയോഗിക്കാമെന്നുള്ള ഒരു കാര്യമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അങ്ങനെ ഒരു കാര്യമാണ് ഭരണാധികാരി നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനോടാണ് കടുത്ത എതിർപ്പ് ഇപ്പോൾ നടക്കുന്നത്. ആ തർക്കം തുടരുകയാണ്. ഇനിയിപ്പോൾ ജനറൽ ബോഡിയുടെ തീരുമാനത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അത് അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഉടൻ തന്നെ ജനറൽ ബോഡി തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.